കമാൻഡർമാരെ ലക്ഷ്യമിട്ട് ഗാസയിലെ മാനുഷിക മേഖലയിൽ ഇസ്രായേൽ ആക്രമണം കനക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 19 പേരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയമാണ് പുറത്തുവിട്ടത്. ടെന്റുകളിൽ കഴിഞ്ഞിരുന്ന പലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ബോംബ് സ്ഫോടനം അവിശ്വസനീയമാംവിധം തീവ്രമായിരുന്നുവെന്നാണ് ഒരു പലസ്തീനിയൻ പറഞ്ഞത്. അതേസമയം അവിടെ പ്രവർത്തിക്കുന്ന നിരവധി മുതിർന്ന ഹമാസ് പ്രവർത്തകർ തങ്ങളുടെ വിമാനം ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞെങ്കിലും ഹമാസ് ഇത് നിഷേധിച്ചു. ഹമാസ് നടത്തുന്ന സിവിൽ ഡിഫൻസ് അതോറിറ്റിയുടെ പ്രാഥമിക മരണസംഖ്യയിലും സൈന്യം തർക്കമുന്നയിച്ചു. രക്ഷാസംഘം 40-ലധികം മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി റിപ്പോർട്ട് ചെയ്തു. ഗാസയിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അൽമവാസിയിൽ തങ്ങളുടെ സുരക്ഷയ്ക്കായി അവിടെ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഇസ്രായേൽ പറഞ്ഞതിനെ തുടർന്ന് വളരെ മോശമായ അവസ്ഥയിലാണ് കഴിയുന്നത്. 41 ചതുരശ്ര കിലോമീറ്റർ മാത്രം വ്യാപിച്ചു കിടക്കുന്ന മാനുഷിക മേഖലയ്ക്ക് നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളും അടിസ്ഥാന സേവനങ്ങളും ഇല്ലെന്നും അതേസമയം പ്രവേശനവും സുരക്ഷാ പ്രശ്നങ്ങളും കാരണം സഹായങ്ങൾ പരിമിതമാണെന്നും UN പറയുന്നു. പ്രാദേശിക സമയം ചൊവ്വാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് അൽമവാസിയെ കുലുക്കിയ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. താനും മറ്റ് സന്നദ്ധ പ്രവർത്തകരും സഹായിക്കാൻ ഓടിയെത്തിയെങ്കിലും നാശത്തിന്റെ വ്യാപ്തിയിൽ അമ്പരന്നതായി സമരസ്ഥലത്തിന് സമീപം താമസിക്കുന്ന ഒരു ചാരിറ്റിയുടെ സന്നദ്ധ പ്രവർത്തകൻ പറഞ്ഞു. അതേസമയം തെക്കൻ ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെട്ടു. 60ഓളം പേർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ഖാൻ യുനീസിലെ അൽമവാസി ക്യാമ്പിന് നേരെയാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ അൽമവാസി മേഖലയിലെ 20 ടെന്റുകൾ തകർന്നു. ക്യാമ്പിനുള്ളിൽ ഗർത്തവും രൂപപ്പെട്ടു. ആക്രമണത്തിൽ ക്യാമ്പിലെ പല ടെന്റുകളിലായി കഴിഞ്ഞിരുന്ന നിരവധി കുടുംബങ്ങളാണ് മണ്ണിനടിയിലായത്. സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്ന ഇടത്താണ് കടന്നാക്രമണമുണ്ടായത്. മരണസംഖ്യ ഉയർന്നേക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ വേണമെന്ന ആവശ്യത്തെ പിന്തുണച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യ GCC വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കവെയാണ് ഇസ്രായേൽ ഗാസ സംഘർഷത്തിൽ ഇന്ത്യ നിലപാട് വിശദീകരിച്ചത്. ലോകത്തിന്റെ നിലവിലെ ഏറ്റവും വലിയ ആശങ്ക ഗാസ യുദ്ധമാണെന്നാണ് ജയശങ്കർ പറഞ്ഞത്. നിഷ്കളങ്കരായ ജനങ്ങളാണ് മരിച്ചു വീഴുന്നത്. ഇതിൽ ഇന്ത്യക്ക് ദുഃഖമുണ്ട്. ഭീകരവാദത്തെയും ജനങ്ങളെ ബന്ദികളാക്കുന്നതിനെയും ഇന്ത്യ അനുകൂലിക്കുന്നില്ല. പലസ്തീനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വളർത്താൻ ഇന്ത്യ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. ദ്വിരാഷ്ട്ര പരിഹാരം വേണമെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു. വിവിധ GCC രാഷ്ട്രമന്ത്രിമാരുമായും രാഷ്ട്ര തലവന്മാരുമായും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ചയും നടത്തി. സൗദി അറേബ്യ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ്, ബഹ്റിൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി, ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽതാനി എന്നിവരെ ജയശങ്കർ നേരിട്ട് കണ്ടാണ് ചർച്ച നടത്തിയത്.